ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു തനി നാടൻ സ്റ്റൈലൊരു നെയ്യപ്പമാണ് കേട്ടോ. പെട്ടെന്നൊരു നെയ്യപ്പം ഉണ്ടാക്കാൻ തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി ഞാൻ രാത്രിയിൽ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ കഴുകി വൃത്തിയാക്കിയെടുത്ത് വെള്ളമൊക്കെ വാരാൻ വെച്ച് മിക്സിയുടെ ജാറിൽ ചെറിയൊരു തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ തരി വേണ്ട, ചെറിയൊരു തരി നമുക്ക് നെയ്യപ്പത്തിന് വേണം. അപ്പോൾ ചെറിയൊരു ജലാംശം ഉള്ളതുകൊണ്ട് നമ്മളിതുപോലെ വിസ്ക് കൊണ്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. കൈകൊണ്ടും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ശർക്കര മുഴുവൻ ഉരുക്കിയിട്ട് വാങ്ങിയാലിപ്പോൾ മുഴുവൻ ഉരുക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് ഇതേപോലെ ചൂടാക്കി എടുത്തിട്ട് ചെറിയ ചൂടോടെ നമ്മൾ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം അങ്ങനെയാകുമ്പോൾ. പിന്നെ ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം ഉരുക്കിയെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമ്മുടെ മാവ് ലൂസായി പോകും, മധുരവും കുറയും കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ കലക്കിയെടുക്കണം കേട്ടോ. നമ്മൾ കലക്കിയെടുക്കുമ്പം ഒരുപാട് ടൈറ്റായിട്ട് കലക്കരുത്, കുറച്ചൊന്ന് ലൂസായിട്ട് കലക്കണം. കാരണം രാവിലെ കലക്കി വെച്ചിട്ട് വൈകുന്നേരമാണ് ഞാൻ ചുടുന്നത്. അപ്പോൾ അത്രയും സമയം റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മാവ് ഇങ്ങനെ ടൈറ്റ് കലക്കിയാൽ ഒരുപാട് ഒന്നുകൂടി ഒന്ന് ടൈറ്റാകും. അപ്പോൾ കുറച്ച് ലൂസിൽ കലക്കിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം നമ്മൾ ചുടാൻ സമയത്ത് നമ്മുടെ മാവ് കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് കലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് വെച്ചതാണ്. ഇതും നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതാണ് കേട്ടോ. നമ്മൾ ചുടാൻ അല്ലെങ്കിൽ മാവ് കലക്കാൻ നേരത്ത് നമ്മൾ ഏലക്കായ കുത്താൻ പോകുന്നത് അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊന്നും ഇതേപോലെ സ്റ്റോർ ചെയ്യലാണ്. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പശു നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ നെയ്യപ്പത്തിലേക്ക് മൈദയൊന്നും ചേർക്കുന്നില്ല, വെറും പച്ചരിയും നെയ്യും മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഏലക്കപ്പൊടിയും ശർക്കരയും ഉപ്പൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളത്, അല്ലാണ്ട് മൈദയോ റവയോ അങ്ങനെയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇങ്ങനെ നല്ല രീതിയിൽ മാവ് സെറ്റാക്കി വെച്ച് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചുടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നെയ്യപ്പം നല്ല അടിപൊളിയായി കിട്ടും കേട്ടോ. അപ്പോൾ മാവ് നല്ലപോലെ കലങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമുക്ക് അപ്പമൊക്കെ ചുട്ടെടുക്കണം. ഞാൻ കുറച്ച് എള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. എള്ള് നല്ലപോലെ കഴുകിയിട്ടെടുത്തതാണ് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് നെയ്യിൽ മൂപ്പിച്ചിട്ട് നമുക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്തിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനൊക്കെ തേങ്ങാക്കൊത്ത് മസ്റ്റാണ് കേട്ടോ. നമുക്ക് ആ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ ആ എള്ളും കൂടി അതിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ പൊട്ടിച്ചെടുക്കില്ല നമ്മൾ ഈ ഭാഗത്തൊന്നും, വെറുങ്ങനെ ഇടലാണ്. പക്ഷേ ഇങ്ങനെ ഇട്ടാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എള്ള് നല്ല മുരിഞ്ഞിട്ട് ഒരു ക്രിസ്പിനെസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ. നമ്മൾ ലൂസാക്കി കലക്കിയതാണ്. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മാവ് കലക്കുമ്പോൾ ഒന്ന് ലൂസായി കലക്കണം. ഒരുപാട് ലൂസല്ല, ഒരു മീഡിയം ലൂസിൽ. അപ്പോൾ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ നെയ്യപ്പം ഒഴിക്കാൻ. നല്ല ചൂടിൽ ഒഴിക്കണം. പക്ഷേ ഗ്യാസിൽ വെക്കുമ്പോൾ നല്ല ചൂടിൽ ഒഴിച്ചാൽ നമ്മളെ നെയ്യപ്പെല്ലാം കൂടി എന്ത് പറയാനാണ്, ഒരുമാതിരി ഷേപ്പിലാവും വരിക. അപ്പോൾ പലവട്ടം എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ
നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഷേപ്പൊക്കെ ഒരു മാങ്ങാക്കൊരട്ട പോലെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് എനിക്ക് മനസ്സിലായത് കേട്ടോ. നമ്മൾ എണ്ണ നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റും. എന്നിട്ട് നമ്മളെന്താവും, ഒരു തവി മാവ് ഇതേപോലെ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കും. അതിൻ്റെ ഉള്ളൊക്കെ വേണ്ടെങ്കിൽ ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചും മറിച്ചിട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ അപ്പം നല്ല കറക്റ്റിൽ കിട്ടും. കുറച്ച് ക്ഷമ വേണം കേട്ടോ. നെയ്യപ്പം ചുടാനും ഉണ്ണിയപ്പം ചുടാനൊക്കെ കുറച്ച് ക്ഷമ നമുക്ക് നല്ലോണം ആവശ്യമാണ്. ഇതൊരു കുഴിയൻ ചട്ടി ആയതുകൊണ്ട് നമ്മുടെ നെയ്യപ്പം ഇങ്ങനെ കുഴിയുള്ള പോലെ വരും കേട്ടോ. അപ്പോൾ പരപ്പൻ ചട്ടി ഇങ്ങനെ പരന്നിട്ടായിരിക്കും. പക്ഷേ നെയ്യപ്പം സാധാരണ ഈ ഒരു പരുവത്തിൽ തന്നെയാണ് ഉണ്ടാകല്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഇതേപോലെ ചുട്ടെടുക്കാം. ഈ ഒരു കളറാണ് കേട്ടോ. നമ്മുടെ നല്ല കറുത്ത വെല്ലായതുകൊണ്ട് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല മൊഞ്ചുണ്ട് കേട്ടോ. അടിപൊളി നെയ്യപ്പാണ്. അപ്പോൾ നമുക്ക് നെയ്യപ്പൊന്ന് പൊട്ടിച്ച് നോക്കാം. ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടാലും ഉള്ളു വേവില്ല കേട്ടോ, മൊരിയേ ചെയ്യും, ഉള്ളു വേവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ മുന്നിലേ പറഞ്ഞ പോലെ നമ്മളിതിൽ മൈദയൊന്നും ആഡ് ചെയ്തിട്ടില്ല. വെറും പച്ചരി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നെയ്യപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.